ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ടാങ്കി ടൊമാറ്റോ ചിക്കൻ നൂഡിൽസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ട്രിപ്പ് പീസസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 150-200 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ട്രിപ്പായിട്ട് വേണം ഇത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്ക് ഇതിനേക്കുള്ള മാരിനേഷൻ റെഡിയാക്കി വെക്കാം. ഇതിനേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും കൂടി ആവശ്യത്തിനനുസരിച്ച് ഇട്ടു. ഈ ചിക്കനിലേക്ക് ഇനി ഞാൻ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പെപ്പർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ഏകദേശം 1.5 ടീസ്പൂണിൻ്റെ അത്രയും സോയ സോസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നല്ലോണം കോട്ട് ചെയ്തിട്ടെടുക്കാം ചിക്കനിലേക്ക്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഡാർക്ക് സോയ സോസാണ് കേട്ടോ. അതുകൊണ്ടാണ് നല്ലൊരു കട്ടിയുള്ളത്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഹീപ്പായിട്ട് എടുത്തിട്ടുള്ളത്. കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ചിക്കനിലേക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലോണം കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതൊന്ന് നല്ലോണം മാരിനേറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 7 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അത്രയും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എഗ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഏകദേശം ഒന്ന് 85% വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിന് ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞതിനകത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നൂഡിൽസ് ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ ഞാൻ അവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേർതിരിച്ച് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ചിക്കന് നല്ല രീതിയിൽ തന്നെ പൊരിഞ്ഞ് കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇടുമ്പം പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. എല്ലാവരും ഒരുപോലെ തന്നെ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ബാച്ചസ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ പൊരിഞ്ഞ് കിട്ടുന്ന നേരം കൊണ്ട് തന്നെ നമ്മളുടെ നൂഡിൽസ് ഇവിടെ ഏകദേശം 85% ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇതുപോലെ പൊട്ടി കിട്ടുന്ന രീതിയിലായിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ചിക്കനും ഏകദേശം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു 3 ബാച്ചായിട്ട് എനിക്ക് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വിടർത്തിയിട്ടിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 പ്രാവശ്യം പൊരിച്ചെടുക്കേണ്ടത് അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് നമ്മൾ ഒരു 85% എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒന്ന് വാർത്തതിന് ശേഷം നല്ലോണം തണുത്ത വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒന്നിനോട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുപോലെ നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇതിനൊക്കെയായിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. ഞാൻ ഇവിടെ നമ്മുടെ വറ്റൽമുളക് നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ ഇട്ട് വെച്ചതും അതുപോലെ കുറച്ച് ടൊമാറ്റോസും, ഏകദേശം ഒരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഗ്രൈൻഡറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വറ്റൽമുളക് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് കുതിർത്ത് വെക്കുന്ന കേട്ടോ. അപ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മൾ നോർമലി ഈ വറ്റൽമുളക് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊടി പോലെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഏകദേശം 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര എണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ടൊമാറ്റോയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് നേരം എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് നല്ലോണം മൂത്ത് കിട്ടട്ടെ. അപ്പോൾ ആ ഒരു മുളകിൻ്റെ കുത്തലും ഒക്കെ മാറും. നല്ലോണം ഒന്ന് മിക്സാക്കി കിട്ടണം നമുക്കിത്. ഇനി നമുക്ക് ഈ ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിനും വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അത്രയും സോയ സോസും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക്
വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇതുപോലെ നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതുപോലെ തന്നെ നേർങ്ങനെ മുറിച്ച് അതിലിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി നല്ലോണം ഇട്ടതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് ഇട്ടതിന് ശേഷം കൂടുതൽ നേരം നമുക്ക് അധികം വഴറ്റേണ്ടൊന്നും ആവശ്യമില്ല. നമുക്ക് ആ ഒരു വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല കേട്ടോ, കുറേ നേരം ഈ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെയായി ഈ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രത്തിൽ നൂഡിൽസ് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കൽ വലിയ പണിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇത് അധികമായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക്. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.